അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ ഇഷ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ രേണുസുതിക്ക് തലവേദന. കേസാണ് ഇന്നലെ ഹൈലൈറ്റ് ആയിട്ട് വന്നത്. രേണുസുതിക്ക് തലവേദന. അത് സംബന്ധിച്ചാൽ രേണുസുതിക്ക് തലവേദന, ഷാനവാസിനും തലവേദന. ഷാനവാസിന് മനസ്സിലാകാതെ കൂട്ടർക്ക് ഞാൻ പറഞ്ഞുതരാം, കുങ്കുമ പോലെ രുദ്രൻ, അതാണ് ഷാനവാസ്. അപ്പൊ ചങ്ങായിക്കും തലവേദന. അപ്പൊ നമ്മളെ അനീഷാണ് ക്യാപ്റ്റൻ. അനീഷിനോട് പറഞ്ഞ് ഷാനവാസ് പറഞ്ഞ എനിക്ക് തലവേദന, അനീഷ് പറഞ്ഞ തീ ഓർഡറാണ്. തിരിഞ്ഞു നോക്കിയില്ല അനീഷിനെ, അഭിലാഷ് ഷാനവാസിനെ തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം രേണുസുതിക്ക് തലവേദന പറഞ്ഞാണ് അനീഷ് ഇറങ്ങി. മാറ്റമൊന്നുമില്ല, ഇത് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അനീഷ് ക്യാപ്റ്റൻ ആയത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഊക്കി വിട്ടത് അനീഷിലാണ്, ആ മറ്റേ ഗെയിമിൽ തന്നെ. അപ്പൊ ഈ ബിഗ് ബോസിന്റെ ഈക്വലസ് സ്ട്രാറ്റജി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടിയവനാവുമല്ലോ ക്യാപ്റ്റൻ ആവുക. അങ്ങനെ അനീഷ് ഫസ്റ്റ് തന്നെ ക്യാപ്റ്റനായി. അപ്പൊ രേണുസുതിക്ക് തലവേദന വന്നു. രേണുസുതിക്ക് തലവേദന വന്നിട്ട് ഇവര് എല്ലാവരും ഇടപെട്ട്. അപ്പോ മറ്റേ ഷാനവാസിന്റെ തലവേദനക്ക് ആരും ഇടപെട്ടില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷാണ് ഇടപെടേണ്ടത്. ആ അനീഷ് മൈൻഡ് ആക്കിയില്ല. പിന്നെന്ന് വെച്ചാൽ അപ്പോ ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇവര് ഒരു ദിവസം ആയല്ലോ, ആർക്കും ഇതിൽ ഓൾ ഉണ്ടാക്കാൻ പറ്റില്ല. അനീഷിന് മാത്രമേ ഓൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഈ അഭിലാഷ് ഈ ചാൻസ് മുതലാക്കാൻ വേണ്ടിട്ട് രേണുസുതിക്ക് തലവേദന പറഞ്ഞിട്ട് കിട്ടിയ ചാൻസ് അപ്പോ അനീഷുമായിട്ട് സീൻ ഉണ്ടാക്കി. എന്താ സീൻ എന്ന് വെച്ചാ എന്താന്ന് ഷാനവാസിന്റെ തലവേദന വന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ പറഞ്ഞിട്ട് ഷാനവാസും അത് എല്ലാവരും നിൽക്കുന്നില്ലേ, ഷാനവാസ് അനങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഷാനവാസ് വെച്ച് ഇതന്നെ ചാൻസ്, ഇതിൽ അനക്കും ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ ചെറുങ്ങനെ തുടങ്ങിയത് അഭിലാഷ് കൈവന്ന് പോയി. ഫുള്ള് ഒച്ചപ്പാടും ബഹളും, ഫുള്ള് ബിഗ് ബോസ് അറിയിച്ചു. പിന്നെ അടിയാവെല്ലാം പോയി. ഇത് വേറെ ഏതോ ഒരു കുട്ടിയില്ലേ റെന, അതിപ്പോ എനിക്ക് തോന്നുന്നു ഓളിപ്പോ ആലിബിനെ ആലോചിച്ചിട്ട് ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ ഉള്ളേന്ന്. ബിഗ് ബോസിൽ എത്തിയ പോലെ എനിക്ക് തോന്നുന്നില്ല. ഓളോ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ്. അപ്പൊ ആലിബുമായിട്ടല്ലേ അധികം നിൽക്കല്, ആലിബിനെ ആലോചിച്ച് നിൽക്കുന്നത്. ഇനിയും ബിഗ് ബോസിലേക്ക് എത്തിയില്ല തോന്നുന്നു. മൈൻഡ് സെറ്റ് അതെനിക്ക് തോന്നുന്നു ശരിയാവും. ഓളൊന്നില്ല ഈ പ്രായത്തിലാടെ എത്തിയല്ലോ, അതൊരു അച്ചീവ്മെന്റ് അല്ലേ. പിന്നാന്ന് വെച്ചാ എന്നിട്ട് നമ്മൾ അനീഷ് പോയിട്ട് റേനുവിന് തലവേദനയാണ്, ബിഗ് ബോസ് അടിയന്തരമായിട്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ സ്കീനെല്ലാം ആയി കഴിഞ്ഞിട്ടാണ് അനീഷ് പോയി പറയുന്നത് ചികിത്സിക്കണം. അപ്പാട് ഷാനവാസ് വേഗത്തിൽ പോയി. ഷാനവാസ് ചോദിക്കോ നിനക്കെന്താ തിരിയുന്നില്ലേ, ഇതിന് ആരും ഈ തലവേദന അല്ലേ പറഞ്ഞത്, അന്റെ തലവേദന ചികിത്സിക്കട്ടെ. എന്നിട്ട് ഷാനവാസ് കിട്ടിയ ചാൻസിന് കയറാൻ നോക്കി. പക്ഷെ അതില് അനീഷിന്റെ വന്നൊരു തെറ്റ് വന്നില്ല. ഇവർ ഇത്രയും സീനായിട്ടും അനീഷ് ക്യാമറയിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞ് രേണുവിന് തലവേദന, ഷാനവാസിന്റെ തലവേദന ഇല്ലാതെ പോലെ. അപ്പൊ ഷാനവാസ് അനക്കും തലവേദനയിട്ട് നീ എവിടുത്തെ ക്യാമറയാണ്. അങ്ങനെയാണ് ഇന്നലത്തെ സീനുകൾ നിർത്തിയത്. സംഭവം എന്ന് വെച്ചാല് അനീഷിനാണ് ഏറ്റവും കൂടുതൽ ട്രോളിപ്പ് ഉള്ളത് നിലവിൽ. പക്ഷെ അനീഷിന്റെ സ്ട്രാറ്റജിയാണ് വന്നത്. കയറിയ ദിവസം തന്നെ അനീഷ് കയറി. എന്റെ അഭിപ്രായത്തിൽ ട്രോളിലൂടെ കയറി. പിന്നെ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും അനീഷ് വേഗം പൊട്ടുന്ന വിചാരിക്കും. എന്റെ അഭിപ്രായത്തിൽ അനീഷ് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കുറെ കാലം എന്തായാലും ഉണ്ടാവും. 100 ദിവസത്തില് പകുതി ദിവസം എന്തായാലും ഒരു ഉണ്ടാവും. ചിലപ്പോ കപ്പടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം അനീഷ് ഉണ്ടാവും. അത് തന്നെ ഞാൻ തരുന്നൊരു ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. പിന്നാന്ന് വെച്ചാൽ വേറെ കുറെ ടീമുണ്ട്, അവരെ പറ്റി ഞാൻ ഇപ്പൊ പറയാതെന്ന് വെച്ചാൽ അവരാരും ഉറങ്ങി എണീച്ചില്ല.